കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം. വാട്സപ്പ് നമ്പർ +91 79 94 97 14 19. ഒരു വട്ടം വിളിക്കുവാനുള്ള കൺസൾട്ടേഷൻ ഫീസ് 500 രൂപ. ഗൂഗിൾ പേ ചെയ്യുക. സ്വന്തമായി ഗൂഗിൾ പേ ഇല്ല എന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിൻ്റെ ഗൂഗിൾ പേ ഉപയോഗിച്ചുകൊണ്ടും എമൗണ്ട് പേ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്കിൻ്റെ പേര് എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ സെൻഡ് ബൈ പോസ്റ്റ് എന്ന് പറയുന്ന ഒരു പോർഷനാണ്. അതായത് പലപ്പോഴും കോടതികളിൽ ഒരു കേസ് നടക്കുമ്പോൾ നമ്മൾ എതിർ കക്ഷിക്ക് നമ്മുടെ വക്കീൽ മുഖാന്തരമോ അല്ലെങ്കിൽ കോടതി മുഖാന്തരമോ ഒരു എന്തെങ്കിലും കമ്മ്യൂണിക്കേഷൻ ചെയ്യാനുള്ള സമയത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ അയക്കുകയാണ് എന്നുണ്ടെങ്കിൽ രജിസ്റ്റേർഡ് ആയിട്ട് അക്നോളജ്മെൻറ്റ് കാർഡ് മുഖാന്തരം അയക്കുകയാണ് എന്നുണ്ടെങ്കിൽ പലപ്പോഴും ആളുകൾ എന്ത് ചെയ്യാറില്ല, അത് കൈപ്പറ്റാതെ ഇരിക്കുന്ന ഒരു സാഹചര്യങ്ങൾ പലപ്പോഴും നമ്മൾ കണ്ടുവരാറുണ്ട്. അങ്ങനെ കൈപ്പറ്റാതിരുന്നത് കൊണ്ട് ഈ വ്യക്തിക്ക് എന്തെങ്കിലും ഗുണങ്ങളുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെ കൈപ്പറ്റാതിരുന്നാൽ കോടതി ഇതിനെ ഏത് രീതിയിലാണ് കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ കോടതി പറഞ്ഞിട്ടുള്ള പോയിന്റ് ഇങ്ങനെയാണ്. ആ പോയിന്റ് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം, അതിനുശേഷം നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്യാം. സെക്ഷൻ 114 of the Evidence Act and Section 27 of the General Clauses Act enable the court to presume that the communication sent by post would have been delivered at the address of the addressee. Thus, when the notice is returned as unclaimed, it shall be deemed to be served and it is proper service unless contrary is പ്രൂവൺ എന്നാണ് പറയുന്നത്. അതായത് നമ്മൾ ഒരു അക്നോളജ്മെൻറ്റ് കാർഡ് വെച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, നമുക്ക് എന്തെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള കാര്യം ഏതെങ്കിലും ഒരു വ്യക്തിക്ക് നമ്മുടെ കോർട്ട് മുഖാന്തരം അയക്കുകയാണ് എന്ന് വിചാരിക്കുക. അങ്ങനെ അയച്ചു കഴിയുമ്പോൾ ആ അയക്കുന്ന സാധനങ്ങൾ അവർ എന്ത് ചെയ്യുന്നില്ല, ആക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്ന് വിചാരിക്കുക. അങ്ങനെ ആക്സെപ്റ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിലും എവിഡൻസ് ആക്ട് 114 അതുപോലെ തന്നെ ജനറൽ ക്ലോസസ് ആക്ട് സെക്ഷൻ 27 പ്രകാരം കോടതി എന്ത് ചെയ്യും, അത് പ്രിസ്യൂം ചെയ്യാണ്. ഇറ്റ് ഷാൾ ബി ഡീംഡ് ടു ബി സെർവ്ഡ്. ഇത് എന്ത് ചെയ്തിട്ടുണ്ട്, ഈ വ്യക്തിനെ നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്, അറിയിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് കോടതി അത് അസ്യൂം ചെയ്യുക. അതുകൊണ്ട് നിങ്ങൾ ആ വരുന്ന കടലാസ്, രജിസ്റ്റേർഡ് ആയിട്ടുള്ള കടലാസ് നിങ്ങൾ കൈപ്പറ്റിയിട്ടില്ല എന്ന് വെച്ചതുകൊണ്ട് നിങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള ഗുണവും ഇല്ല എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കാം. ഇനി അതല്ല, കൈപ്പറ്റാത്തതിൻ്റെ കാരണമായിട്ട് നിങ്ങൾ അവിടെയല്ല താമസിക്കുന്നത്, വേറെ ജില്ലയിലേക്കോ വേറെ സംസ്ഥാനത്തേക്കോ അല്ലെങ്കിൽ വേറെ രാജ്യത്തേക്കോ മാറിപ്പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ കാര്യം എന്ത് ചെയ്യണം, കോടതിയെ അറിയിക്കണം എന്നുള്ളതും കൂടി പ്രത്യേകം മനസ്സിലാക്കാം. ഓക്കെ, സോ ഈ ഒരു ഇൻഫോർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലിലേക്ക് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ആ ബെൽ ബട്ടണും എനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബൈ.